അപ്പോൾ എൻ്റെ ഇവിടെ ഒരു മോർണിംഗ് ടൈമാണ്, ആഫ്റ്റർനൂൺ ആയിട്ടില്ല. അപ്പോൾ ഒരു ടൈമിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇടുന്നുണ്ട്, കുറച്ച് വ്യൂവേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ ആരും അത് സബ്സ്ക്രൈബ് ചെയ്യണോ, ഒരു ലൈക്ക് ചെയ്യണോ, കമൻറ്റ് ചെയ്യണോ ഒന്നുമില്ല. നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഒന്നിപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കമൻറ്റൊക്കെ ഇട്ടാൽ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ എന്താ സ്വന്തമായിട്ടൊരു വീട് വേണം, അങ്ങനെ ഒരു കൊതിയിലാണ്. ഇപ്പം ഞാനൊരു ബിന്ദു സ്ട്രീംസ് എന്നൊരു ചേച്ചി ഒരു വീഡിയോ ചെയ്തിരുന്നു. ചേച്ചിയുടെ വീഡിയോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടുള്ള എൻ്റെ ലൈഫിൽ വരും. കാരണം എനിക്ക് 2 കുട്ടികളുണ്ട്, സ്വന്തമായിട്ടൊരു വീടില്ല. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീഡിയോയിൽ കമൻ്റായിട്ട് അത് ഇട്ടിരുന്നു. ചേച്ചി പറഞ്ഞു എത്രയും പെട്ടെന്നൊരു വീട് കിട്ടട്ടെ എന്നൊക്കെ. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം കിട്ടുമായിരിക്കും. ഉറപ്പായിട്ട് ഞാൻ പ്രയത്നിക്കും. അതിലൊരു വഴിയാണിത്. എൻ്റെ ഹസ്ബൻഡ് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടാലും നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടാണ്ട് ഒത്തിരി നഷ്ടങ്ങൾ വന്നു നമ്മളിങ്ങനെ ആയതാണ്. നമ്മൾ പൈസ ഇല്ലാത്ത ആൾക്കാരല്ല കേട്ടോ, പക്ഷേ അങ്ങനെ ആക്കി നമ്മുടെ സമൂഹം. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ ആളൊരു ഡിസൈനറാണ്, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തിരുന്നു. അപ്പം വർക്ക് ചെയ്തിട്ട് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ തിരിച്ച് കിട്ടാണ്ട് വരെ വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കിട്ടാനുണ്ട്, പൈസകൾ തരില്ല, കേസായി. അവസാനം നമ്മളതിനെ വിട്ടു. കാരണം നമുക്ക് 2 കുഞ്ഞു മക്കളാണ്, അതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാം ഒന്നും അങ്ങനെ ഓപ്പണപ്പായിട്ട് പറയണില്ല, പക്ഷെ അത്ര ഒന്നും പറഞ്ഞെന്ന് തോന്നി. ഇപ്പോൾ ഹാപ്പി കേട്ടോ. നമ്മളിപ്പോൾ പൈസ ഇല്ല അങ്ങനെ ഇല്ലെന്ന് വെച്ചാൽ നമ്മളങ്ങനെ വിഷമിക്കണമെന്നില്ല. എന്നാലും ജസ്റ്റ് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ കോടീശ്വരി ആവാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും നടക്കും. പറ്റുന്നവർ സഹായിക്കുക, അത്ര തന്നെ. അല്ലാണ്ട് നമുക്ക് നിർബന്ധിച്ച് ആരെയും ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെയിലാ ലേശുമ്മ, വെയിലാ, അപ്പടി വെയിലാ. ഷോ പിന്നെ എന്താ ലേശുമ്മ കാണണ്ടേ? പൂ പറിച്ചെടുക്കണ? എവിടുന്ന്? എടുക്കണ്ട, അത് അവരുടെയാ. പൂവിന്റെ കളർ എന്താ? റെഡ്. അത് അപ്പുറത്തെ വീട്ടിലെ, നമുക്ക് പറിക്കണ്ട കേട്ടാ.